ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പായസത്തിൻ്റെ വീഡിയോ ആണ്. ഗോതമ്പ് നുറുക്കുകൊണ്ട് തയ്യാറാക്കുന്ന വളരെ രുചികരമായ ഒരു പായസമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വീടിൻ്റെ പുറത്ത് അടുപ്പ് കൂട്ടിയാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത്. ഏകദേശം ഒരു 70 പേർക്കുള്ള പായസമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും കൂടിയൊരളവിൽ പായസം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ പായസത്തിന് എടുത്തിരിക്കുന്ന ഗോതമ്പ് നുറുക്കിൻ്റെ അളവ് 4 കിലോ ആണ്. അതുപോലെ തന്നെ ശർക്കര സെയിം അളവ് തന്നെ 4 കിലോ ശർക്കരയും, പിന്നെ തേങ്ങ 6 തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് തേങ്ങ ചിരകി എടുക്കുക എന്നാണ്. തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചിരകിയെടുക്കുന്നതാണ് ആദ്യത്തെ പരിപാടി. അതിനായിട്ട് നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. പായസത്തിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഏകദേശം ഒരു 6 തേങ്ങയാണ് നമ്മൾ ചിരകിയെടുക്കുന്നത്. അതിനുശേഷം തേങ്ങയെല്ലാം മിക്സിയിലിട്ട് നമ്മൾ തേങ്ങാപ്പാലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ തേങ്ങയെല്ലാം ചിരണ്ടി കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ തേങ്ങയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പാലെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ തേങ്ങയെല്ലാം ഇതുപോലെ മിക്സിയിൽ കുറേശ്ശെയായിട്ട് ഇട്ട് അങ്ങനെ 6 തേങ്ങയും നമ്മൾ അരച്ച് പാലെടുത്തിരിക്കുകയാണ്. ഈ ഒരു പാത്രം ഫുള്ള് തേങ്ങാപ്പാലുണ്ട്. തേങ്ങാപ്പാലെല്ലാം നമ്മളിതുപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചണ്ടിയെല്ലാം ബാക്കി വന്നതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പായസത്തിനുള്ള ശർക്കര ചിരകിയെടുക്കുകയാണ്. ഏകദേശം 4 കിലോ ഉള്ള ശർക്കരയാണ് നമ്മളിപ്പം ഇതുപോലെ ചിരകിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് നുറുക്ക് കഴുകിയെടുക്കാൻ പോവുകയാണ്. 4 കിലോ ഗോതമ്പ് നുറുക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഗോതമ്പ് നുറുക്കൊക്കെ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി കഴുകി വാരിയെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ പുറത്തൊരടുപ്പ് കൂട്ടിയിരിക്കുകയാണ്. ഒരു വലിയൊരു ചെരുവാണ്. അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് ഗോതമ്പ് നുറുക്കൊക്കെ അതിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ടത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി വേവിക്കാം. ഈ ഗോതമ്പ് നുറുക്ക് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആദ്യം തന്നെ മിക്സിയുടെ ജാറിൽ നമുക്ക് കുറച്ച് ചുക്കും ജീരകവും ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. കൂടാതെ ശർക്കര പാനിയാക്കി എടുക്കണം. അതുകൂടാതെ വേറെ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത്, 2 തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് അത് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കണം. ഇങ്ങനെ 3-4 കാര്യങ്ങൾ നമുക്ക് ഈ സമയത്ത് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് ചെറിയ ജീരകവും ചുക്കും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം ചെറിയ ജീരകവും ചുക്കും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ വേണം പൊടിക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. അതിനായിട്ട് നമുക്ക് 2 തേങ്ങ ഇതുപോലെ പൂളി എടുത്തതിന് ശേഷം വളരെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം നെയ്യിൽ വറുത്തെടുക്കണം. 2 തേങ്ങ വറുത്തെടുക്കാൻ ആവശ്യമുള്ള നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് മുഴുവനായിട്ട് ഇതിലേക്ക് പോകത്തില്ല, 2 പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നിരിക്കുകയാണ്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത് കോരിയെടുത്തതിന് ശേഷം ഇനി ബാക്കിയിരിക്കുന്ന തേങ്ങാക്കൊത്തും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇനി നമ്മൾ ശർക്കര പാനിയാക്കി എടുക്കാനായിട്ട് ചിരകി വെച്ചിരിക്കുന്ന 4 കിലോ ശർക്കര അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കര പാനിയൊക്കെ തിളച്ച് അതിന് പാകത്തിന് റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് അടുപ്പത്തുനിന്ന് വാങ്ങി നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം.
ശർക്കരയ്ക്കകത്തുള്ള കല്ലും പൊടിയൊക്കെ നീക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കൊക്കെ വെന്ത് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമുക്കിതിന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞപ്പോഴത്തേനും പായസത്തിന് ആവശ്യമുള്ള കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ജീരകവും ചുക്കുകൂടെ പൊടിച്ചതാണ് ചേർക്കാൻ പോകുന്നത്. ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാക്കൊത്ത് വറുത്തതാണ്. ഇത് നമ്മൾ നെയ്യിലാണ് വറുത്തേക്കുന്നത്. നമ്മൾ ആ വറുത്ത നെയ്യും ആ വറുത്ത തേങ്ങയും കൂടെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം പായസത്തിൽ ചേർക്കാനുള്ളതെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 70 പേർക്കുള്ള പായസമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഏകദേശം ഒരാഴ്ചയായിട്ട് നമ്മുടെ പറമ്പിൽ ഒരു 70 പേരോളം പണിക്ക് ആളുണ്ടായിരുന്നു. ഇന്ന് പണിയൊക്കെ തീർന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. കഴിഞ്ഞ വർഷം നമ്മൾ പായസത്തിന് പകരമായിട്ട് ബിരിയാണിയാണ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. ഈ വർഷം നമ്മൾ പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.